മലബാറിലെ വിദ്യാഭ്യാസ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപാറ പറഞ്ഞു. പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് 1-ാം വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പതിറ്റാണ്ടുകളായി മലബാർ വിവേചനം നേരിടുകയാണ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക നടപടികൾ കൈക്കൊള്ളണമെന്നും മലപ്പുറം ജില്ലയ്ക്ക് ആവശ്യമായ സ്ഥിരം +1 ബാച്ചുകൾ അനുവദിക്കണമെന്നും അഷ്റഫ് അലി കട്ടുപാറ പറഞ്ഞു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല. 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് സീറ്റില്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടി അത് നേടാൻ വേണ്ടി സമരം ചെയ്ത് ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഓരോ ഗവൺമെന്റും ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം സമരം ചെയ്തിരുന്നത്. ഇന്ന് നമുക്കറിയാം 12-ാം ക്ലാസ്സിൽ +1-ന് 65 കുട്ടികളെ നമ്മുടെ നോംസ് അനുസരിച്ച് തന്നെ 40-നും 50-നും അടക്കമാണ് കുട്ടികളെ ഒരു ക്ലാസ് ഉണ്ടാവുന്നത്. അതിന് മറികടന്നുകൊണ്ട് ചേർന്ന് സീറ്റില്ലാത്തതിന്റെ പേരിൽ 60-65 കുട്ടികളെ കുത്തി നിറച്ചുകൊണ്ട് +1 സീറ്റുകൾ കൊടുക്കുന്ന ഒരവസ്ഥ ഇന്നും സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മൾ സമരത്തിലാണ്. കാരണം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഏതോ ഗവൺമെന്റ് മാറി എന്നതിന്റെ പേരിൽ നാം അത് ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് ഇവിടെ 10-ാം ക്ലാസ് പാസ്സായ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുവാൻ പ്രാപ്തമായ രീതിയിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിമിഷം വരെ സമരത്തിലാണ്. പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് 1-ാം വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ PK അബ്ദുൽ ജലീൽ ചടങ്ങിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പറും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അത്തീഖ് ശാന്തപുരം, വെട്ടത്തൂർ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫൗസിയ, യൂണിറ്റ് അധ്യക്ഷ VK ഷാഹിന, പ്രവാസി വെൽഫെയർ പ്രതിനിധി KP റഹ്മത്തുള്ള, KV മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് കോർഡിനേറ്റർ നൂർജഹാൻ മൂച്ചിക്കൽ സ്വാഗതവും T അമീൻ നന്ദിയും പറഞ്ഞു. അസ്ലം കല്ലടി, A ബുഷറ, KK ഷരീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.